നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നിങ്ങളൊക്കെ കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്ത വന്നിരിക്കുന്നു. രനാസുനയുടെ ഫേസ്ബുക്ക് പേജ് അടിച്ചുപോയി എന്നൊരു വാർത്ത വരുന്നു. കർത്താവേ, ശരിയായിരിക്കണേ. എല്ലാരും ഇത് തന്നെയായിരിക്കും. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മള് വീഡിയോ ഇടുമ്പോൾ താഴെ അടിച്ചു പോകണ്ടേ, എന്ത് സംഭവിക്കുന്നു, എന്ത് ഈ അവരാതെ എന്ത് നിർത്തിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് അടിച്ചു പോയി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അതായത് ഇന്ന് രാവിലെ, അത് ആര് മുമ്പ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കണ്ടോ, ഇതായിരുന്നു അവളുടെ ഫേസ്ബുക്ക് പേജ്, രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജ്. അതിപ്പോ ആ ഫേസ്ബുക്ക് പേജിൽ ഇപ്പൊ കാണുന്നത് രേണു സുധി ഒഫീഷ്യൽ എന്നൊക്കെ ഉണ്ട്. പിന്നെ കാണുന്നത് അനുശ്രീ പി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് കാണുന്നത്. അങ്ങനെയാണ് കാണുന്നത്. ഈ രേണു സുധിയുടെ അക്കൗണ്ട് ഇപ്പൊ അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവം എന്ന് പറയുന്നത്? കാരണം ഇവള് ലോക ഉടായ്പാണ്. എന്തെങ്കിലും ഉടായ്പ ചെയ്തതാണെന്നോ എനിക്കറിയത്തില്ല, അതോ ആരെങ്കിലും ഹാക്ക് ചെയ്തതാണെന്നോ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വരെ, ഒരു 10-11 മണിക്ക് വരെ ഞാൻ കണ്ട് ഞെട്ടി. വേറെ ഒന്നുമല്ല, നമ്മുടെ മരിച്ചുപോയ നമ്മുടെ സിനിമാ നടൻ ജയന്റെയും ഇവളുടെയും കൂടി ഒരു AI ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇതാണ് എന്റെ ഫസ്റ്റ് ക്രഷ്. നാളെ നിന്റെ ഫസ്റ്റ് ക്രഷ് അവൻ മരിച്ചപ്പോ നീ പറഞ്ഞ ഒന്നുമില്ല. ഇത് തോന്നി അത്രയ്ക്ക് പ്രായമുണ്ടോ നിനക്ക്? ജയം ഉണ്ടായിരുന്നപ്പോ നീ 17 വയസ്സായിരുന്നു നിനക്ക്. ഇതാണ് എന്റെ, എന്നിട്ട് ചുമ്മാ എന്തിനെങ്കിലും പറഞ്ഞുകൊണ്ട് ആരോ കൊടുത്തൊരു AI ഫോട്ടോ ഉണ്ടാക്കിക്കുന്നത് എന്തോ വലിയ സാധനം ആണെന്ന രീതി. ഇതാണ് എന്റെ ഫസ്റ്റ് ക്രഷ്. എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഞാൻ വെച്ചുതരാം, മനസ്സിലായോ? അപ്പം അതാണ് സംഭവം. അങ്ങനെ ഇത് ഏതാണ്ട് അടിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പിക്കാൻ വരട്ടെ, കുറച്ചുപേരെ കൂടി വെയിറ്റ്. എന്നിട്ട് ഈ പേജ് ഇപ്പൊ അവിടെ ഇല്ല. രനാസുന എന്ന് പറയുന്ന പേജ് അവിടെ ഇല്ല. ഫേസ്ബുക്ക് വാച്ച് ചെയ്യുന്നവർക്ക് കുറച്ച് സമാധാനം. ഇനി ഉള്ളത് ഇൻസ്റ്റയാണ്. ഇൻസ്റ്റയിലാണല്ലോ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ വഴി വരുന്നത്. ഇനി അവിടെയാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിനെക്കാട്ടി എളുപ്പം ഇൻസ്റ്റയാണ് അടിച്ചു കളയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഫേസ്ബുക്കിൽ ഞാൻ അറിഞ്ഞെടുത്തോളം ആരെങ്കിലും ഹാക്ക് ചെയ്തതാണ് ചാൻസ്. അതാ പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു പിടിക്കാൻ വലിയ പാടെന്നാണ് അറിവ്. ഫേസ്ബുക്കൊക്കെ തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. പിന്നെ ഒരു അക്കൗണ്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാധക വൃന്ദങ്ങൾ ചാടി കമന്ന് വരും. അക്കന്തോ വന്നെന്നും പറഞ്ഞുകൊണ്ട്, അക്കം തിരിഞ്ഞു വന്നിട്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി വീഴും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വാർത്തയാണ് കേൾക്കുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ട് അടിച്ചു പോയി എന്നുള്ളൊരു വാർത്തയാണ്. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇവരുടെ അപരാധം, മറ്റു പല അപരാധങ്ങളും വീണ്ടും കിടന്ന് കറങ്ങുണ്ട്. അതായത് നമ്മുടെ ഷഹീന ബീബിയുടെ പിന്നീട് വീഡിയോകള് 1-2 വോയിസ് കൂടി വന്നിട്ടുണ്ട്. ആ വോയിസ് ഞാൻ ഇവിടെ അതും കൂടി കേട്ട് തൃപ്തിയായി എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. നമുക്ക് വീട്ടിൽ കാണാം. നഷ്ടപ്പെട്ട് റൂമിൽ ഇരുന്നിട്ട് റൂം റെന്റ് കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും വീടെത്താന്ന് പിടിക്കുന്നവർക്ക് 5000 സംതിങ് ആണ് ഇപ്പൊ നമ്മൾ യുദ്ധം നിർത്തിയതിന്റെ മുമ്പ് വരെയുള്ള സമയം. ആ സമയത്താണ് ഈ വരവും പോക്കെന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആയിരിക്കും, റെസ്റ്റോറന്റ്, ബാർ ആയിക്കോട്ടെ, ആരെ കൊണ്ടും കഴിയില്ല. അങ്ങനെ അവളെ ഇനി ചാർട്ട് ഫ്ലൈറ്റ് എടുത്താലും ശരി, അല്ലാതെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തും വന്നെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ചെലവ്. ആ എമൗണ്ട് ചെലവാക്കണമെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം വേണം. നല്ല ഉദ്ദേശമല്ല, ഇൻകം എന്നുള്ള രീതിയിൽ ഉദ്ദേശം വേണം. മനസ്സിലായോ? തിരിച്ചങ്ങോട്ടും പോകണ്ട, അതുപോലെ തന്നെയാണെന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും. ഇത് എത്തുമെന്നുള്ള പോലും ട്രാവൽസുകാരും എമിഗ്രൻസും പറയാം. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഇത് കിട്ടിക്കോളന്നില്ല, ഫ്ലൈറ്റ് കിട്ടിക്കോളാം. കാരണം വീണ്ടും അത് മാറിപ്പോവും, സമയം പോകും, മാറൊക്കെ ചെയ്യും. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി. ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ വേണമെങ്കിൽ 6000-നും 7000-നും, നമ്മളൊക്കെ 2000-നും 2500-നും പണിയെടുക്കുന്നതാണ് ഷെഫിന ബേബി. അപ്പോ നമുക്കൊക്കെ വീടെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചേക്കാം. ഇപ്പോഴും ടിക്കറ്റ് അതാ റേറ്റ്, ഒരുപക്ഷെ 1000-എങ്കിലും കുറഞ്ഞു കാണും. ആ സമയത്ത് ഈ ഞാൻ പാപ്പിലോണ്ട് ഒരു ഐറ്റം ഇയാൾക്ക് അയച്ചുതരാം. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചങ്ങോട്ട് വിടാനും ഇത്രയും എല്ലാം എത്തിപ്പെടണമെങ്കിൽ ഇതിനകത്തൊരു സത്യമുള്ളത് വിശ്വാസിക്കുന്ന ഒറ്റ വ്യക്തി ഞാൻ ആ വിശ്വാസത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇതൊരു മേഖലയാണ്. പിന്നെ നിങ്ങൾ ഇനി പറയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫാമിലി കളഞ്ഞൊരു വ്യക്തിയാണ്. ഇതൊരു മറയാണ് കേട്ടോ, അത് മനസ്സിലാക്കും. അത് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞണം. നമുക്ക് അടിയിലൊരു പിടുത്തല്ലാത്തൊന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു സെലിബ്രിറ്റി ആക്കി എടുക്കുക, ഇവളെ ഒരു റിക്രൂട്ട്മെന്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു മറ ഇതിനകത്തുണ്ട്. ഈ സാധനം കാരണം ഒരു മനുഷ്യനും എന്തെങ്കിലും 7 മിനിറ്റാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ടൈം. 7 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിനകത്ത് അവാർഡ്. എനിക്ക് മൊമെന്റോ കിട്ടിയാണ് നല്ലൊരു ചാനലിൽ.
പക്ഷെ അത് 7 മിനിറ്റിനപ്പുറം പോകാൻ പറ്റില്ല. 7 മണിക്കൂറൊക്കെ നമ്മൾ സാജു കൊടിയത്തൂരൊക്കെ അറിയാം ഇങ്ങോട്ടുള്ള. അത് അരമണിക്കൂർ ടെലിഫിലിം എന്ന് പറയുന്ന അവരെ കാരണം പിന്നെ ഈ ഫാമിലി സെന്റിമെന്റ്സ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ അതിന് ടെലിഫിലിം എന്നല്ല പറയാ, അതിനെന്താ പറയാ, എന്തോ ഓക്കെ. അപ്പൊ ഈ കുടുംബാലി പെണ്ണുങ്ങൾ അമ്മായിമ്മ പോരൊക്കെ ചെയ്യുന്ന നോക്കെ ഈ ദിവസം വർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ മൂവിയൊക്കെ ആയിട്ട് ഒത്തിരി വെബ് സീരീസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നു. പക്ഷെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഒക്കെ എടുക്കുന്നു, ഇപ്പൊ സിനിമയിലെത്തി എടുക്കുന്നു. പക്ഷെ ആരും സ്വന്തം പ്രൊഡക്റ്റിന്റെ പിന്നാം വശം ഒരിക്കലും പുറത്തു വിടാറില്ല. പിന്നെ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലല്ലോ, ഉറപ്പല്ലേ? ആ അപ്പൊ ആ പിന്നാമ്പറം ഇടുന്നതാണ് ഇവരെ ഫിനാൻഷ്യലി വാല്യൂ. അങ്ങനെ ഒരു സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവള് കയറി വരുന്ന സമയത്ത് വരുന്ന 1-2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനൊരു കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഇങ്ങനെ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവള് പിന്നെ മേക്കിംഗ് ആണ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിലും എന്തോ ഒരു ഒഴിവില്ല. അപ്പൊ ഓക്കെ അവൾക്ക് ഒഴിവില്ലാതെ പറയും. എന്നെങ്കിലും ഒരു ഷോർട്ട് ഫിലിമുകാരനെ അല്ലെങ്കിൽ ഒരു ടെലിഫിലിം എന്തെങ്കിലും ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ? ആശയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഒഴിവില്ലാത്ത വർക്ക് കണ്ടില്ല. A to Z ഇന്ന് ഈ ടെലിഫിലിം ഷോർട്ട് ഫിലിം എന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്ത സംഭവം. ആളുകൾക്ക് ഒരുപാട് ഒത്തിരി മേഖല ഉണ്ട്. അപ്പൊ ഇതിവർ ചെയ്യുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇവരെടുക്കുന്ന കെട്ടിപ്പിടുത്തം മറ്റുള്ള കാണിച്ചിട്ട് ഇവൾ ഓൾറെഡി ബിസിയാന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞ ഇടത്തോട്ട് പോകുന്നത്. ആണോ അല്ലേ? അപ്പൊ അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിലീസ് ആകുന്നുണ്ടോന്നും ആരും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കിത് സിനിമയല്ല. ഇത് കാത്തിരിക്കുന്നില്ല. ഇപ്പൊ ഇതിന്റെ പേര് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഗ്യാങ് ആണ്. എനിക്ക് കാരണം ഇതങ്ങനെ. കാരണം ഒന്നാമത്തെ ഒരു കാര്യം ആലോചിച്ചോ, ഈ പിന്നെ സുധി എന്ന് പറയുന്നതിന് അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട് സിനി ഫീൽഡിൽ. ഞാൻ നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്നെ ഒരുപാട് ഊമ്പിച്ച് എന്നെ പറ്റിച്ച നായിന്റെ മോനാ ചത്ത് കിടക്കുന്ന ശവം പോലും. അത് ഞാൻ പറയുന്നില്ല. എങ്കിൽ കൂടി അവന് അത്ര കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് വെച്ചിട്ട് ഇവൾക്കും കോണ്ടാക്ട്, കാരണം ആ കോണ്ടാക്ട് ഒക്കെ യൂസ് ചെയ്ത് ഇവൾ വെച്ചിട്ടാ. ആ കോണ്ടാക്ട് വഴി എന്തുവേണം ആളുകളുടെ മുമ്പിൽ ഇത്ര സംഭവം പറയണം എങ്കിൽ ആ ഒരു പിന്നെ ഇതിന്റെ പുറത്ത് യാത്രകളും വേണം. ഇത് നല്ലൊരു വിഷയം തന്നെയാണ്. ഇത് എനിക്കിടപെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാഡത്തിനോട് പറഞ്ഞു മാത്രം. ഇതിനകത്ത് ഒന്നാമത് നിങ്ങളോട് എന്തും പറഞ്ഞാലും അപ്പം മറുപടി പറയുന്ന ആൾ ഇന്ന് 3 ദിവസമായിട്ട് മിണ്ടിയില്ല. ഞാൻ നല്ല വായിച്ചാണ്, കാരണം എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് വായിച്ചത്. അല്ലെങ്കിൽ ആരും എന്തായിക്കോട്ടെ, തുണി വെച്ചിട്ട് ആൾക്ക് ആരോടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവളെക്കാളും മോശമായിട്ട് പെരുമാറാൻ ഒത്തിരി ലേഡി ഉണ്ടല്ലോ അവിടെ. ആരോടെ എന്തെങ്കിലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ടോ? പോട്ടെ, കല്ല്. അപ്പൊ ഇതിനകത്ത് പിന്നെ ഞാനൊക്കെ വിസിറ്റിംഗ് വിസയിൽ ഒത്തിരി സംഭവിച്ച. രണ്ടാമത്തെ വിസിറ്റിംഗ് വരുമ്പോൾ കോഴിക്കോട് നിന്ന് തന്നെ കുറച്ചോ നല്ല തടഞ്ഞു നിർത്തിയില്ല. മൂന്നാമത്തെ വരുമ്പോൾ പിന്നെ നിവർത്തില്ല. പിന്നെ എൻ്റെ എല്ലാ ചട്ടി മാങ്ങയൊക്കെ തപ്പുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്ന ആ സമയമൊക്കെ. അപ്പൊ മന്തിലൊക്കെ പോകുമ്പോഴൊക്കെ അതിനകത്ത് നല്ല. അപ്പൊ ഇതിന്റെ പാപ്പിലോണിന്റെ എനിക്ക് പോലും പിന്നെ ക്ഷണം വന്ന കാരണം ഞാൻ എരഞ്ഞോളി മൂസാക്കാന്റെ ചായക്കട എന്ന് പറയുന്ന ഷോപ്പിൽ വർക്ക് ചെയ്താൽ ഞങ്ങളിപ്പോൾ കരാമ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബനിയാസിൽ ഉണ്ടായിരുന്നു. ഒത്തിരി ഷോപ്പിൽ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ഞാൻ 10 വർഷമായിട്ട് ഉണ്ട്. ഇവളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചാറ്റ് ഗ്രൂപ്പിലാണ്. അതിൽ എന്നെ മുമ്പിച്ചാണിത്. ഇല്ല, ഞാൻ കൊടുത്തില്ല. അതിനകത്ത് എന്താ പറയുക, ഞാൻ ഈ സുധി എന്ന് പറയുന്ന ഞാൻ അന്ന് പറഞ്ഞു വന്നത് ഇഞ്ചി മിഠായി എന്ന് പറയുന്ന ഒരു സ്കിറ്റ് കണ്ടതോടുകൂടി ഞാൻ അത് ചിരിച്ചുകൊണ്ട് അയാളെ ബന്ധപ്പെട്ടതാണ്. അതോടുകൂടി ഞാൻ അങ്ങ് പോയി. ഇപ്പൊ എനിക്ക് അവര് പിന്നെ സ്വീകരിച്ച പണം കൊടുക്കാത്ത വ്യക്തിക്ക് ഇപ്പൊ പണം കൊടുത്ത് കാണും. പക്ഷെ ഒരു ഇത്തിരി വർഷമായിട്ട്, അതായത് ഞാൻ 7 വർഷം മുമ്പത്തെ കാര്യം പറയുന്നുള്ളൂ, ഇത്തിരി വർഷമായിട്ട് കൊടുക്കാത്ത വ്യക്തിക്കൊക്കെ പണം ഇപ്പൊ കൊടുത്താണ്. അപ്പൊ അതുകൊണ്ട് അതിന് വായിലുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു എന്ന് പറയുന്ന കൈ മലത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അന്നൊക്കെ മൂക്കിന് ക്യാൻസർ ഒന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പൈസക്ക് തിരിമറിച്ച് ഇവൾക്ക് 24 കിലോ വന്ന്. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം. 24 കിലോ. ഇവൾക്ക് ബ്ലഡ് ഇല്ല. ജീവനും ജീവിതമൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, എങ്ങനെയും ജീവിച്ചോട്ടെ. പക്ഷെ ഇതൊരാളല്ല. അപ്പൊ അതിന്റെ ബാക്കിൽ നമുക്ക് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ സക്സസ് ആവും. ഇതിന്റെ പിന്നാലെ നിങ്ങൾക്ക് വൈകാതെ കാര്യങ്ങൾ കിട്ടും.